ഷർഫുദ്ദീൻ ചിത്രങ്ങളിൽ പലവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ജോണേഴ്സ് ചിത്രങ്ങളാണ് കോമഡി എന്റർടൈനർ ചിത്രങ്ങൾ. ആ ഒരു ടൈപ്പിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ചിത്രമായിരുന്നു ദി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു എന്ന് പറഞ്ഞ ചില ക്യൂരിയോസിറ്റിയോടെ നമ്മളെ കഥ പറഞ്ഞു കൊണ്ടുപോകുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ആയാലും വന്നിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തെ ബാക്ക് ചെയ്തിട്ടുള്ള ഷർഫുദ്ദീനാണ് ഏറ്റവും വലിയൊരു കയ്യടി തന്നെ ഈ ഒരു ചിത്രത്തിൽ അറിയിക്കുന്നത്. കാരണം ഈ ഒരു ചിത്രത്തിലെ കറക്റ്റ് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ആയിട്ട് തന്നെയായിരുന്നു ഷർഫുദ്ദീനെ എനിക്ക് ഈ ഒരു ചിത്രത്തിൽ തോന്നിയിട്ടുള്ളത്. കാരണം പുള്ളിക്ക് ആ ഒരു ഏരിയസ് കാരണം അത്രയും വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ടറും ആവാൻ പാടില്ല, പക്ഷെ കോമഡിയിൽ നല്ല രീതിയിൽ തന്നെ അയാൾ സ്കോർ ചെയ്യുന്ന ആളുമായിരിക്കണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഷർഫുദ്ദീനാണ് ഇപ്പോൾ കിടിലം ഒരു ഓപ്ഷനായിട്ട് തന്നെ നിൽക്കുന്നത്. പുള്ളിയുടെ ക്യാരക്ടറുടെ കിടിലം രീതി തന്നെ ഔട്ട്പുട്ടിൽ എത്തിച്ചിട്ടുമുണ്ട്. കാരണം ചില ഏരിയസിലൊക്കെ നമ്മൾ വിചാരിക്കും പുള്ളിക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിയും കാര്യങ്ങളും ഒക്കെ തന്നെ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണല്ലോ, പക്ഷെ അതിനപ്പുറം തന്നെ പുള്ളി കുറച്ച് മണ്ടത്തരങ്ങളും കാണിക്കുന്നുണ്ടെങ്കിലും നല്ല ക്ലീൻ ആയിട്ടാണ് ആ ഒരു ക്യാരക്ടറിനായാലും കൊണ്ടുപോയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്രഷ്നെസ് ഒക്കെ വരുന്ന രീതിയിലുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ആയാലും വന്നിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിൽ എല്ലാ ക്യാരക്ടേഴ്സും കാസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള എല്ലാ ക്യാരക്ടർ ഇപ്പോൾ ജോമോന്റെ ആയാലും വിനയ് ഫോർട്ട് ആയാലും അനുപമ ആയാലും വിനായകനൊക്കെ ആയാലും ഇവരൊക്കെ തന്നെ ആയാലും കിടിലം രീതി തന്നെ ഈ ഒരു ചിത്രത്തിൽ പെർഫോമൻസ് ബേസ് ആയാലും എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചിത്രത്തിൽ വിനായകന്റെ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത്. കാരണം പുള്ളിനെ ആദ്യമൊക്കെ കാണിക്കുമ്പോൾ നല്ല സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വില്ലത്തരമാകുന്ന ഒരു ക്യാരക്ടറിന്റെ ക്ലൈമാക്സ് ആകുമ്പോൾ പുള്ളി പക്ക ഒരു കോമഡി രീതിയിലൊക്കെ തന്നെ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെയാണ് ഒരു ആക്ടർ. കാരണം നമ്മളെ കുറച്ച് പുള്ളി സീരിയസിലും കോമഡിയിലും നല്ല രീതിയിൽ തന്നെ എത്തുമെന്ന് പറഞ്ഞാലും ഒരു പോയിന്റ് നല്ല സീരീസ് കാണിച്ചിട്ട് ക്ലൈമാക്സ് നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള കോമഡീസ് ഒക്കെ കാണിക്കണമെങ്കിൽ അതൊരു കിടിലം പരിപാടി തന്നെയാണ്. പിന്നെ വിനയ് ഫോർട്ടൊക്കെ ആയാലും കിടിലം രീതിയിലുള്ള ഒരു കോമഡി സ്പേസ് ഒക്കെ തന്നെയായാലും ഈ ഒരു ചിത്രത്തെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ഫൺ റൈഡ് എന്നൊക്കെ തന്നെ പറയാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ പലരും പറഞ്ഞ CD മൂസ പോലുള്ള ഒരു ചിത്രം കാണാൻ പറ്റിയ കുറേ നാൾക്ക് ശേഷം ഞാൻ ആ ഒരു കാര്യത്തെ മുഴുവനായിട്ട് മാറ്റി നിർത്തുന്നില്ല. ഈ ഒരു ചിത്രത്തിൽ അവർ ആ റോഡിലൂടെ ഓടുന്ന ഓട്ടവും കൂടാതെ തന്നെ ക്ലൈമാക്സ് സീക്വൻസ് അതൊക്കെ കാണുമ്പോൾ CD മൂസയൊക്കെ പോലെ തോന്നുമെങ്കിലും അത് കുറച്ച് സീനിൽ മാത്രമാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അല്ല ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയിൽ ആ ഒരു CD മൂസ കാണുന്ന പോലെ മൊത്തത്തിൽ തോന്നിയിട്ടില്ല. പക്ഷേ ചില സീൻസ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില ഒരു പോർഷൻസ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഫുള്ള് കാരണം ഈ ഒരു ചിത്രത്തിൽ ചില ഏരിയാസിലൊക്കെ നല്ല തന്നെ കൺഫ്യൂഷൻ അടിക്കുന്ന രീതിയിലും കുറച്ച് സീരിയസ് മോഡിൽ അങ്ങനെ പറഞ്ഞു. പക്ഷേ CD മൂസ സീരിയസ് ഒട്ടുമില്ലെന്നല്ല, സീരീസിലുണ്ടെങ്കിലും ആ നല്ല രീതിയിൽ തന്നെ കോമഡി വൈസ് മൊത്തത്തിൽ ഓരോ ക്യാരക്ടറിനെ നമുക്ക് മനസ്സിരിക്കുന്ന രീതിയിൽ കൊണ്ടുപോയിരുന്നു. ഇതിൽ അങ്ങനെ ഇല്ലെന്നല്ല, പക്ഷേ ചില ക്യാരക്ടേഴ്സ് മാത്രമാണ് നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാവുന്ന രീതിയിൽ ഈ ഒരു ചിത്രത്തിൽ കൊണ്ടുപോയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ ഷർഫുദ്ദീൻ്റെ പെർഫോമൻസ് ആണ്. പുള്ളി ഈ ഒരു ചിത്രത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് നായകനായിട്ട് എത്തിയെങ്കിലും പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിനെ കാരണം പുള്ളി ഒരുപാട് ഈ ഒരു ചിത്രത്തിൽ ബാക്കി അതിനെ കൊണ്ടുപോകാൻ ഈ ഒരു ക്യാരക്ടർ വൈസ് തന്നെ ഈ ഒരു ചിത്രത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ട് നിൽക്കും. അതിൽ തന്നെ ആ സീരീസ് കോമഡിയിലോട്ട് എത്തും. പക്ഷേ പുള്ളി ആ ഒരു ബ്രില്യൻ്റ് ആയിട്ട് ആ ഒരു കാര്യത്തെ മൊത്തം കൊണ്ടുപോയി അവസാനിപ്പിച്ചെത്തിക്കുന്നു. ആ രീതിയിലുള്ളൊരു ഈ സിനിമയെ മൊത്തത്തിൽ എത്തിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ചിത്രത്തിനായാലും എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. കാരണം ഇരുന്നിട്ട് ഈ ഒരു ചിത്രത്തിന് പോകാൻ പറ്റാതെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ തിയേറ്ററിൽ ഭയങ്കര മിസ്സായിട്ടൊന്നും തോന്നില്ല. പക്ഷേ പടക്കള വന്ന് തിയേറ്ററിൽ കണ്ടില്ലായിരുന്നു ഈ മിസ്സായതിനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രം എന്താണെന്നില്ല, പക്ഷേ ലാഗെല്ലാം നല്ല രീതിയിൽ തന്നെ കണ്ടിരിക്കാൻ തോന്നി. പിന്നെ എനിക്ക് ഈ ഒരു ചിത്രത്തിൽ എടുത്തു പറയാനൊരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് കളർ ഗ്രേഡിംഗ് ആണ്. ട്രെയിലർ കണ്ടപ്പോഴും ഈ ഒരു സിനിമ കണ്ടപ്പോഴും എനിക്ക് ഈ കളർ ഗ്രേഡിങ് എനിക്ക് മാത്രമാണോന്ന് അറിയത്തില്ല, ഈ ഒരു കളർ ഗ്രേഡിങ് വൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒരു ഫ്രഷ്നെസ് തരുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലൊരു കിടിലം ചിത്രത്തിന് ഈ ഒരു കളർ ഗ്രേഡിങ് കൊടുക്കണമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ലാത്ത നല്ലൊരു ചിത്രമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ചില ഏരിയാസിലൊക്കെ ആ ഒരു കളർ ഗ്രേഡിങ് നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുമുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കിടിലം എക്സ്പീരിയൻസ് ഒക്കെ തന്നിട്ടുള്ള ഒരു ഷറഫുദ്ദീൻ ചിത്രമായിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തെ കണക്കാക്കുന്നത്. കൂടാതെ ഈ ഒരു ചിത്രമായാലും അർഹിച്ച അത്രയും ഒരു കളക്ഷനൊക്കെ സ്വന്തമാക്കുമെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാം. കാരണം 10-30 അല്ലെങ്കിൽ ഒരു നല്ലൊരു ഹൈപ്പോടെ എത്തിയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു കളക്ഷനൊക്കെ ഏകദേശം 50 കോടി രൂപയോളം ഹിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കോമഡി എന്റർടൈനർ ചിത്രമായിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തെ കണക്കാക്കുന്നത്. കുറഞ്ഞതൊരു 25 കോടിയെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചിത്രമായിരുന്നു. പക്ഷേ ചിത്രത്തിന് ഏകദേശം ഒരു 17-18 കോടി രൂപ റേഞ്ച് അല്ലെങ്കിൽ ഒരു 20 കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും മൊത്തത്തിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു കിടിലം കോമഡി എന്റർടൈനർ ചിത്രത്തിന്റെ ഫുള്ളി ഒരു ഔട്ട്പുട്ട് ഒക്കെ തന്നെ ചിത്രത്തിന് ടീമായാലും തന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയ ഒരു പ്രതീക്ഷിച്ച ചിത്രത്തെക്കാട്ടിലും കിടിലം ഒരു എക്സ്പീരിയൻസ് തന്നിട്ടുള്ള മറ്റൊരു ചിത്രമായിട്ട് തന്നെയാണ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രത്തെക്കുറിച്ച് എനിക്ക് പേഴ്സണലായിട്ടുള്ള തോന്നിയിട്ടുള്ള കാര്യം. കാരണം നല്ല രീതിയിൽ തന്നെ അവരവരുടെ ക്യാരക്ടേഴ്സ് കിടിലം രീതിയിൽ തന്നെ ഒരു ഔട്ടിലോട്ട് എത്തിക്കാൻ തന്നെ സാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കിടിലം ഫാമിലി എന്റർടൈനർ ചിത്രമായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ചിത്രത്തെ പറ്റി തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. കൂടെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.